ആശ്രമം മൈതാനത്ത് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന നല്ല കിഡിലം വെറൈറ്റി റോസ്, അതായത് കുറച്ച് വെറൈറ്റി കാശ്മീർ റോസ് കുറച്ച് പ്ലാന്റ് കിട്ടിയിട്ടുള്ളൂ. എന്നാലും നല്ല അടിപൊളി പ്ലാന്റ് ആദ്യമായി വരുന്ന കുറേവർക്ക് മേടിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വലിയ കവറിലുള്ള റോസ്, നല്ല കിഡിലം ചട്ടിയിലുള്ള റോസ്, ചെറിയ കവറിലുള്ള റോസ്, ബട്ടൺ റോസ്, നാടൻ മഞ്ഞ റോസ്, അതായത് വെട്ടിക്കിളിപ്പിച്ച റോസ്, അത് ഓൺ റൂട്ട് റോസ് എന്ന് പറയും, അതായത് ബഡ് അല്ലാത്ത വെറൈറ്റി റോസ്. അത് കുറച്ച് പ്ലാന്റേ വന്നിട്ടുള്ളൂ, ഒരുപാട് പ്ലാന്റ് ഇല്ല. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. താണ്ടെ വെള്ളമൊക്കെ ലോഡ് ഇറക്കിയതിന് ശേഷം വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ കൂഫിയുടെ വെള്ള കൂഫിയ, അതേപോലെ കുറച്ച് താമര, കുറച്ച് ആമ്പല്, കുറേ നല്ല കിടിലൻ വെറൈറ്റി തെറ്റി, ഗോൾഡൻ ട്യൂണിഫറസ്, അതേപോലെ തന്നെ വലിയ കവറിലുള്ള നല്ല അടിപൊളി വെറൈറ്റി റോസ് എല്ലാം കൂടെ കൊണ്ടുവന്ന് ഒരു ലോഡ് സെറ്റ് ചെയ്ത് ഇറക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അതായത് ലോറിയിൽ നിന്നും പ്ലാന്റ് ഇറക്കുന്ന വീഡിയോ, അതായത് നമ്മൾ കുറേ വീഡിയോ കിടപ്പുണ്ട് കേട്ടോ, യൂട്യൂബിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോ കിടപ്പുണ്ട്. അതേപോലെ നമ്മൾ ഫേസ്ബുക്ക് പേജുണ്ട്, കുമാർ നഴ്സറി കൊല്ലം എന്ന് പറയുന്നൊരു ഫേസ്ബുക്ക് പേജുണ്ട്. പ്ലാന്റിൻ്റെ സെയിലും എല്ലാം അതിനകത്ത് ഇടുന്നതായിരിക്കും. പുതിയ പ്ലാന്റ് വരുന്നതൊക്കെ അതിനകത്ത് ഇതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിനകത്ത് ഇടുന്നതായിരിക്കും. പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുമാർ നഴ്സറി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജുണ്ട്, കുമാർ നഴ്സറി കൊല്ലം എന്നാണ്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് ഫോളോ ചെയ്തിട്ട് കഴിഞ്ഞാൽ പുതിയ പ്ലാന്റൊക്കെ വരുമ്പോഴത്തേക്ക് അറിയാനായിട്ട് സാധിക്കും. ഇതാണ് ലോഡ് ഇറങ്ങി കഴിയുമ്പോൾ ചെറിയൊരു വാട്ടം കാണും. പറയും വെള്ളം ഒഴിച്ചിട്ടല്ല ലോഡ് കയറ്റുന്നത്, അതായത് വെള്ളത്തോടു കൂടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വെള്ളം ലോഡ് കയറ്റുമ്പോൾ അങ്ങനെ ഒഴിക്കാറില്ല. എന്നിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. നാടൻ റോസ് ആകെ ഇത്ര കിട്ടിയിട്ടുള്ളൂ, ഒരു 50 എണ്ണം കാണും. മഞ്ഞ നാടൻ റോസ്, അതേപോലെ തന്നെ കാശ്മീർ ടൈപ്പ് റോസ്, അതേപോലെ തന്നെ ബട്ടൺ റോസ്, 3 എണ്ണം 100 രൂപ ടൈപ്പ് റോസ് ഉണ്ട്. അതേപോലെ തന്നെ 2 എണ്ണം 100 രൂപ ടൈപ്പ് റോസ് ഉണ്ട്. നാടൻ റോസുകളുണ്ട്. പിന്നെ വലിയ വലിയ കവറിനകത്തുള്ള റോസ് ഉണ്ട്. നാടൻ പനിനീർ റോസ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പം താണ്ട് എഡ്വേർഡ് റോസ്, അതേപോലെ തന്നെ കിഡിലം വെറൈറ്റി കുറേ റോസിൻ്റെ ചാകര പോലെ സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ആശ്രമ മൈതാനത്ത് ലോഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്ലാന്റുകൾ കാണാനായിട്ടുണ്ട്. അതേപോലെ പഴച്ചെടികൾ പ്രത്യേകമുണ്ട്. അതേപോലെ തന്നെ ക്രിസാന്തിമമുണ്ട്, ഡയാന്തസ് പ്ലാന്റ് ഇറക്കിയിട്ടുണ്ട്. അതേപോലെ പെറ്റൂണിയ പ്രാവശ്യം കുറവാണ്, നമ്മൾ 1500 എണ്ണത്തിന് എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാൽ കുറച്ചേ കൊണ്ടുവന്നുള്ളൂ. അതേപോലെ മാൻഡിവില്ലയുടെ വെള്ള നല്ല സുന്ദരമായ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. വാഴ അതായത് ഏത്തവാഴ, റോബസ്റ്റ വാഴ, അങ്ങനെ കുറേ വാഴയുടെ തൈകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ട്രോബെറിയുടെ ചെറിയ തൈ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പേര 1 കിലോ വരുന്ന പേരയ്ക്ക, ജംബോ തായ്ലൻഡ് പേരയ്ക്ക, അങ്ങനെ കുറച്ച് വെറൈറ്റി പേരത്തൈ കൊണ്ടുവന്നിട്ടുണ്ട്. പല വെറൈറ്റി പ്ലാവുകളുണ്ട്. ഒലിവ് മരത്തിൻ്റെ തൈയുണ്ട്. അതേപോലെ തന്നെ മരമുല്ലയുണ്ട്. അതേപോലെ സെൻറ്റ് സെബാസ്റ്റ്യൻ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ. അതിൻ്റെ തൈകൾ ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കുറേ പ്ലാന്റുകൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, മരമുല്ല, മൺഡേ പ്ലാന്റ്, അതായത് യെസ്റ്റർഡേ ടുഡേ ടുമാറോ പ്ലാന്റ്, പെട്രിയ ക്രീപ്പർ, മഞ്ഞ അലമാൻഡ പ്ലാന്റ്, പിന്നെ കുറേ ഇൻഡോർ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പല വെറൈറ്റി തെങ്ങ്, മാവ്, പ്ലാവ്, കവുങ്ങ്, അങ്ങനെയുള്ള വെറൈറ്റി എല്ലാം ഉണ്ട്. പിന്നെ കുറച്ച് ഗോൾഡൻ കാസ്കേഡിൻ്റെ തൈ കൊണ്ടുവന്നിട്ടുണ്ട്. ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ തൈയും ഡെൻഡ്രോബിയം ഫ്ലവർ ഉള്ളതും കുറച്ച് പ്ലാന്റ്, അതേപോലെ തന്നെ മാതള തൈ ആവട്ടെ, അതേപോലെ സപ്പോട്ട ആവട്ടെ, റെഡ് പാം, അതായത് പന, അലങ്കാര പന, അതേപോലെ തന്നെ വലിയ കവറിലുള്ള മാവ്, ചെറിയ കവറിലുള്ള മാവ്, R2E2 മാംഗോ, അതായത് ഓസ്ട്രേലിയൻ മാങ്ങയാണ് R2E2, അതിൻ്റെ തൈ, മെലസ്റ്റോമയുടെ വൈറ്റ് കുറച്ച് പ്ലാന്റ് കിട്ടിയിട്ടുള്ളൂ. അതെല്ലാം ലോഡിൽ നിന്ന് ഓരോ ഐറ്റമായിട്ട് ഇപ്പോൾ ചട്ടിയിലുള്ള റോസ് ഇറങ്ങുന്നത് പോലെ തന്നെ ഓരോ ഐറ്റം കൊണ്ടുവന്ന് ഓരോ ദിവസങ്ങളായിട്ട് ഇപ്പം പ്ലാന്റ് ഇറക്കി സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ നിക്കോഡിയ പ്ലാന്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നിക്കോഡിയ പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ചെമ്പരത്തി, നിങ്ങൾക്ക് ഉഷാറ് വെറൈറ്റി ചെമ്പരത്തി, നല്ല ഞെരുപ്പ് ചെമ്പരത്തി, ഒരു ലോഡ് ചെമ്പരത്തി കൊണ്ടുവന്ന് ഇപ്പോൾ ഇറക്കി വെച്ചിട്ടുണ്ട്. 100 രൂപ നിരക്കിലുള്ളതുണ്ട്, 150 രൂപ നിരക്കിലുണ്ട്. അങ്ങനെ ഒരുപാട് പ്ലാന്റുകളുണ്ട്. അതേപോലെ തന്നെ ലെൻഡാന പ്ലാന്റ്, പൂച്ചെടി, അതേപോലെ കോഫിയ, ഞാൻ പറയണ്ടല്ലോ, ഒരു മഴയാവട്ടെ വെയിലാവട്ടെ, അതേപോലെ രോഗങ്ങളൊന്നുമില്ലാത്ത നല്ല കിടിലമായിട്ട് വെക്കാൻ പറ്റിയ പ്ലാന്റാണ്. എന്ന് വെച്ചാൽ ഫംഗസ് എന്ന് പറഞ്ഞൊരു സാധനം 7 അയലത്തൂടെ പോകുന്നില്ല. പഴയ ചെടിയാണ്, പക്ഷേ അതിൻ്റെ വെള്ളം ഇപ്പം കൊണ്ടുവന്നതാണ്. ലെൻഡാന പ്ലാന്റും ഉണ്ട്. അതേപോലെ തന്നെ കൂഫിയ പ്ലാന്റ്, ഡാമേജ് അധികം ഇല്ലാത്ത നല്ല കിടിലൻ പ്ലാന്റ്, സൈഡ് എഡ്ജൊക്കെ വെക്കാനായിട്ടോ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ വെക്കാൻ പറ്റുന്ന, എപ്പോഴും ചെറിയ പ്രാണികളോ അല്ലെന്നുണ്ടെങ്കിൽ തേൻ ഊറ്റി കുടിക്കുന്ന ചെറിയ തേനീച്ചകളെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലാന്റുകളിലൊന്നാണ്. അതാണ്ട് ഇപ്പം കൊണ്ടുവന്നേക്കുന്ന കിടിലം വെറൈറ്റി ചെറിയ റോസ്, 3 എണ്ണം 100 രൂപ ടൈപ്പ് റോസ്, അതേപോലെ തന്നെ അഗ്ലോണിമ പ്ലാന്റ്, അതുകൊണ്ട് സ്ട്രോബെറിയുടെ തൈ തോന്നിയിരിക്കുന്ന
അതേപോലെ ഒരുപാട് പ്ലാന്റ് ഇറക്കി സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇത്. ഫുൾ വീഡിയോ കാണാൻ ഒരുപാട് പേര് നിൽക്കാറില്ല, എന്നാൽ നിൽക്കുന്നവർക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ തന്നെ കണ്ടില്ല. നാടൻ റോസ് മുതൽ പല വെറൈറ്റി ബഡ് ചെയ്ത റോസ് ആവട്ടെ, അതേപോലെ തന്നെ ക്രിസാന്തിമ, ഒരുപാട് പ്ലാന്റുകൾ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറക്കിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. അതാണ്ട് വെള്ള മെലസ്റ്റോമ കുറച്ച് ഇരിപ്പുള്ളൂ, അതേപോലെ തന്നെ ബട്ടൺ റോസ്, അതേപോലെ തന്നെ കൂഫിയ ഇതാണ് കൂഫിയയുടെ വയലറ്റ് കളറ്. നിക്കോഡിയ പ്ലാന്റ് വലിയ കവറ്, യുജീനിയ, ലോറ പെറ്റാല, അങ്ങനെ ഒരുപാട് പ്ലാന്റ് ഇപ്പം കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ് കേട്ടോ. സുഹൃത്തുക്കളെ, വേറൊരു കാര്യം പറയാനുണ്ട്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പറയുക, പ്ലാന്റ് മേടിച്ചുകൊണ്ട് പോകുന്നത് പോലെ തന്നെ അതിനെ ഒന്ന് പരിപാലിക്കാനായിട്ട് കൂടി ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ വളം ചെയ്യണം, കറക്റ്റായിട്ട് മരുന്ന് ചെയ്യണം, അതേപോലെ തന്നെ മാസത്തിലൊരിക്കലെങ്കിലും ഇൻഡോഫില്ലും റീവയും മാറിയും തിരിഞ്ഞും കൊടുക്കണം. അതായത് 15 ദിവസം ഗ്യാപ്പിൽ ഇൻഡോഫില്ലും 15 ദിവസം ഗ്യാപ്പിൽ റീവയും കൊടുത്തെങ്കിൽ മാത്രമേ ഇതൊക്കെ നന്നായിട്ട് നിൽക്കത്തുള്ളൂ. അത് നമ്മൾ പ്രത്യേകം നമ്മളെ ചാനലിനകത്തൊന്ന് പറയേണ്ടി വന്നതുകൊണ്ട് പറയുവാണ്. നല്ല വെറൈറ്റികൾ വരും അല്ലേ, നമ്മൾ മേടിച്ചുകൊണ്ട് പോകും. അന്നേരം അത് വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം ഒരു 500-600ഓളം വീഡിയോ റോസിൻ്റെ മാത്രം ചെയ്തിട്ടുണ്ട്. കയറി നോക്കിയാൽ കാണാം. തമാശ പറഞ്ഞല്ല, ഉള്ള കാര്യം പറഞ്ഞത്. അതിനകത്ത് നമ്മൾ കൊണ്ടുപോകുമ്പം മണ്ടകൾ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രൂൺ ചെയ്തെങ്കിൽ മാത്രമേ നല്ല ബ്രാഞ്ചുകൾ ഒരുപാട് വരത്തുള്ളൂ. എത്രത്തോളം ബ്രാഞ്ച് ആവുന്നു അത്രത്തോളം പൂക്കാനായിട്ടുള്ളൊരു സാധ്യത കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ഡൈഅമോണിയം ഫോസ്ഫേറ്റ് വളം കൊടുത്തിരിക്കണം. അതായത് കൊടുത്തിരിക്കണം എന്നെങ്കിൽ മാത്രമേ പ്ലാന്റ് നല്ലപോലെ കയറി വരത്തുള്ളൂ. അത് എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറഞ്ഞതാണ്. അതേപോലെ തന്നെ അതാണ്ട് പൂച്ചെടിയെ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫാക്ടംബോസ് എങ്കിലും ഒരു 10 തരി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല ഉഷാറായിട്ട് കയറി വരും. അത് ഏത് സാധനം കൊണ്ടുപോയാലും വലിയ കവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പം പ്ലാന്റ് കൊണ്ടുപോകുമ്പം ഒന്നെങ്കിൽ വലിയ ചട്ടിയിൽ വയ്ക്കുക, ഇല്ലെങ്കിൽ വലിയ കവറിലോട്ട് മാറ്റുക, ഇല്ലെന്നുണ്ടെങ്കിൽ തറയിൽ വയ്ക്കുക. കാര്യം ഒരു വലിയ പ്ലാന്റിനെ വീണ്ടും അതിനിൽ നിന്നും ചെറിയ കവറിലോട്ടോ ചെറിയ ചട്ടിയിലോട്ടോ ഒരിക്കലും മാറാൻ പാടില്ല. അത് മുരടിക്കാനായി പോകത്തുള്ളൂ, അത് നന്നാവില്ല. അത് പ്രത്യേകം ഓർക്കുക. കാര്യം പലയിടത്തും മേടിച്ചുകൊണ്ട് പോയിട്ട് ചെറിയ കപ്പിനകത്തും ചെറിയ കൊച്ചു ചട്ടിക്കകത്തും ഒക്കെ വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. അതേപോലെ തന്നെ വലിയ പ്ലാന്റുകൾ അടുത്ത സ്റ്റേജിലാക്കുക. വലിയ പ്ലാന്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനേക്കാട്ടിലും വലിയ കവറിനകത്തോട്ട് പ്ലാന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നുണ്ടെങ്കിൽ മാത്രമേ അത് പ്ലാന്റ് നല്ല ഉഷാറായിട്ട് വളർന്ന് കിട്ടത്തുള്ളൂ. അത് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറയുന്നില്ലെങ്കിലും നമ്മൾ അറിയാമല്ലോ, നമ്മൾ തന്നെ ഒരു ചെറിയ കസാരയിലിരുന്നാൽ എങ്ങനെ ഇരിക്കും, ഒരു വലിയ കസാരയിലിരുന്നാൽ എങ്ങനെ ഇരിക്കും, ആ ഫീൽ നമ്മളെ പ്ലാന്റിനും ഉണ്ടാവും. അന്നേരം അതും കൂടെ ഒക്കെ ഒന്ന് ഓർക്കുക. ഇത് എൻ്റെ ഒരു പേഴ്സണൽ, ചിലപ്പോൾ ഇതിനകത്ത് പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വരാം, നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വരാം, കെയർ ചെയ്യുന്നില്ല. എന്നാൽ പറ്റുമെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നിങ്ങൾ നല്ല പ്ലാന്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ വലിയ കവറിനകത്തോ വലിയ ചട്ടിയിലോട്ടോ ഷിഫ്റ്റ് ചെയ്യണം. ഈ കൊണ്ടുപോകുന്ന മാതിരി തന്നെ നിങ്ങളൊരു സൈഡിൽ മാറ്റി വെച്ചിട്ട് ഡെയിലി പൂ കാണണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. അതേപോലെ തന്നെ നിക്കോഡിയ പ്ലാന്റ് മഴ സമയത്ത് ഇതിനൊരു ചെറിയ കറുപ്പ് കളർ പോലെ വരും. അതുകൊണ്ട് മഴ വരുവാണെന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് കമ്പൽസറി ആയിട്ട് ഫംഗിസൈഡ് കൊടുക്കാം. ഇൻഡോഫിലാണ് ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ ഇട്ട് നല്ലപോലെ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നിക്കോഡിയ പൂത്ത് വീണ്ടും കേട്ടോ, നല്ലപോലെ പൂത്ത് ഓരോ ഇലയുടെ അടിയിൽ ഓരോ മൊട്ട് വീതമുണ്ട്. അത് നിങ്ങളൊരു തൈ മേടിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ കൊല്ലത്തോട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മളെ നേഴ്സറിയിലും കൂടെയൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ കുറേ പ്ലാന്റുകളൊക്കെ ഒന്ന് കാണാനായിട്ട് സാധിക്കും. കുറേ പ്ലാന്റ് ഇപ്പം വീട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ കൂടുതൽ ആശ്രമം മൈതാനത്ത് ഇപ്പോൾ ഇറക്കിയിട്ടേക്കുക. ഒരു 5:30 മണി 5:45 മണി വരെ വീട് ഓപ്പൺ ആയിരിക്കത്തുള്ളൂ. അതിനുശേഷം ആശ്രമം മൈതാനത്തായിരിക്കും എല്ലാവരും നിൽക്കുക. അന്നേരം മാക്സിമം നേഴ്സറിയിലോട്ടല്ലാതെ ആശ്രമം മൈതാനത്തോട്ട് വന്നു കഴിഞ്ഞാൽ കുറേ പ്ലാന്റുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. കാര്യം വീട്ടിൽ അറിയാമല്ലോ, 5:45 കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാഫുകളൊക്കെ ഇനി ആശ്രമത്തോട്ട് വരും. അന്നേരം ആശ്രമത്ത് എങ്ങനെ പോയാലും ഒരു 9 മണി 9:30 മണി വരെ ഞങ്ങളിവിടെ കാണും, നഴ്സറിയിൽ കാണും. 9:30 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകത്തുള്ളൂ. അന്നേരം നിങ്ങൾക്ക് വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. കൊല്ലത്തോട്ട് വരുന്ന സമയത്ത് രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ എന്തായാലും നമ്മളെ നഴ്സറി ഉണ്ടാവും. ഇവിടെയൊക്കെ തന്നെ ആയിരിക്കും ഓണം അല്ലേ. അന്നേരം കൊല്ലത്ത് ഒരുപാട് ആശ്രമ മൈതാനത്ത് വന്നു കഴിഞ്ഞാൽ പൊന്നോണമേളം ഒരു എക്സിബിഷൻ നടപ്പുണ്ട്. നല്ല ഡാർക്ക് നമ്മളെ ബോർഡ് കാണാം. ആശ്രമ മൈതാനത്ത് ഹെലിപ്പാഡിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ 4 ചുറ്റും ഒന്ന് കറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഒരിടത്ത് കുമാർ നഴ്സറി ബോർഡ് കാണാം. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്ലാന്റൊക്കെ നേരിട്ട് കാണാം. തീരുന്നതിന് മുമ്പ് ഒന്ന് വാങ്ങുക. ചിലപ്പോൾ ഈ വീഡിയോ 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. അന്നേരം ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല. ഒന്നും വിചാരിക്കരുത്, ഉടനെ എല്ലാം റെഡിയായി കിട്ടുന്നതായിരിക്കും. അന്നേരം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമ്മളെ പേജ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുമാർ നഴ്സറി കൊല്ലം ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്യുന്നത് നല്ലതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി.